നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പുരുഷനും സ്ത്രീയും എന്നൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നുപോലെ ജീവിക്കേണ്ട ആ കാലഘട്ടത്തിലേക്ക് സർക്കാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള നിയമങ്ങളും ഒക്കെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സത്യത്തിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധ ദീൻ ഖുൻസ എന്ന് പറയുന്ന ഒരു വാക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് പൂർവ്വകാല പണ്ഡിതന്മാരും ഇമാമുകളും. നിലവിലുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി എന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നോ പറയുന്നത് ഈ ഖുൻസ അല്ല എന്ന് പറയാനാണ് ഞാനത് പറയുന്നത്. ഖുൻസ എന്ന് പറയുന്നത് ജന്മന ഒന്നുകിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും അവയവമുണ്ട്, രണ്ടും സമ്പൂർണമായുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പരിപൂർണമായും ഒന്ന് ഭാഗികമായും ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഉപകരണവും ഇല്ല, അതിന് പകരം എന്തെങ്കിലും വല്ല ദോരോ മറ്റങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളുകൾ, അതിനെയാണ് ഖുൻസ എന്നുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് വിവക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് രണ്ടിൽ ഏതാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് പുരുഷൻ്റെ ആനുകൂല്യങ്ങൾ നൽകപ്പെടും. അങ്ങനെയാണ് ഉള്ളത്. ഇനി നിലവിലുള്ള സാധനം, അതായത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു സാധനം ഇതല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് മാറ്റണ്ട് എന്ന വാദമാണ്. പുരുഷനായി ജനിച്ചു, എനിക്ക് സ്ത്രീയുടെ മനസ്സാണ് എന്ന് വാദിക്കുന്നു. സ്ത്രീയായി ജനിച്ചു, എനിക്ക് എൻ്റെ മനസ്സ് പുരുഷനാണ് എന്ന് വാദിക്കുന്നു. ഈ വാദം അത് നിരർത്ഥകമാണ് എന്ന് മനസ്സിലാക്കാൻ വല്ലാതെ മുന്നോട്ട് പോകണ്ട. ഒരാൾക്ക് ഞാൻ ആനയാണ് എന്ന് തോന്നിയാൽ ആനയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കില്ല. ഒരാൾക്ക് ഞാൻ പൂച്ചയാണെന്ന് തോന്നിയാൽ പൂച്ചയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കില്ല. അവരുടെ മാനസികമായ തരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അയാൾക്ക് മാനസിക വിഭ്രാന്തിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാം. ഈ വാദങ്ങളെല്ലാം വന്നതിന് ശേഷം ഇതിലേക്കുള്ള ഒരു ഏണിപ്പടി എന്ന നിലയിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ഒന്നാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. സ്ത്രീ പുരുഷൻ എന്ന വകതിരിവിന് പകരം ജെൻഡറായി വകതിരിച്ചപ്പോൾ ജെൻഡറിലേക്ക് ന്യൂട്രാവുക എന്നൊരു രീതി കൊണ്ടുവന്നു. ഇതൊരിക്കലും പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം പുരുഷൻ്റെ ശരീരവും സ്ത്രീയുടെ ശരീരവും ഒരുപോലെയല്ല. പുരുഷൻ്റെ ആവശ്യങ്ങളും സ്ത്രീയുടെ ആവശ്യങ്ങളും ഒരുപോലെയല്ല. ഇതെല്ലാം വ്യത്യാസമുണ്ട്. ഈ വിധേയപ്പെടുക എന്ന് പറയുന്നത്, വിധേയപ്പെടലിൽ ഒരു രസമുണ്ട്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് പ്രശ്നം. മുകളിലാവുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട്, അതെല്ലാവർക്കും കിട്ടൂല. താഴെയാകുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട്, അതും എല്ലാവർക്കും കിട്ടൂല. അപ്പോൾ ഈ ത്രില്ലുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് തിരിച്ചറിയാതെ പോയതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിക്കുമ്പോൾ സംഭവിക്കുന്നത് ന്യൂട്രാലിറ്റി അല്ല, സ്ത്രീ ആധിപത്യമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഓൻ ഇതേമാതിരി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമല്ലോ. ഇപ്പോൾ ഉള്ളത് പുരുഷൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീയും കൈകാര്യം ചെയ്യണമെന്ന് വാദിക്കുകയാണ്. ഒന്നത് പ്രായോഗികമല്ല. കാരണം എന്താ വെച്ചാൽ പുരുഷന് പ്രസവ ലീവ് ആവശ്യമില്ല, സ്ത്രീക്ക് പ്രസവ ലീവ് ആവശ്യമാണ്. സ്ത്രീയെ സംബന്ധിച്ച് മാസത്തിൽ ചില ദിവസങ്ങളിൽ വളരെ വലിയ പ്രയാസം ഉണ്ടാവും. പുരുഷനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഏകദേശം ഒരുപോലെയാണ്. ഇങ്ങനെയുള്ള നമ്മൾ പറയുന്നതും പറയാവുന്നതല്ലാത്തതുമായ ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരിക്കലും ന്യൂട്രൽ ആവില്ല. പിന്നെ ന്യൂട്രൽ ആക്കാൻ ശ്രമിക്കുന്നത് ഡ്രസ്സിൽ, ഇരിക്കുന്ന സ്ഥലത്ത്, ജോലിയിൽ തുടങ്ങിയ കാര്യങ്ങളിലാണ്. ഡ്രസ്സിൽ ന്യൂട്രൽ ആയതുകൊണ്ട് ന്യൂട്രൽ ആവില്ലല്ലോ. അതായത് പുരുഷവസ്ത്രം എന്ന് പറയുന്ന ഒരു വസ്ത്രമല്ലുള്ളത്. പുരുഷനോട് യോജിക്കുന്ന ഓരോ പ്രദേശങ്ങളിലുമുള്ള വസ്ത്രത്തെ നമ്മൾ പുരുഷവസ്ത്രം എന്ന് വിളിക്കുന്നു. സ്ത്രീയുടെ ശരീരത്തോട് യോജിച്ച നിലയിൽ ഓരോ പ്രദേശത്തുമുള്ള വസ്ത്രങ്ങളെ നമ്മൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. അത് പ്രദേശം മാറുമ്പോൾ വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ന്യൂട്രാക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് അത് ന്യൂട്രൽ അല്ലാതെ ആവുന്നുണ്ട്. പ്രായോഗികമല്ലാത്തൊരു വാദമാണ് യഥാർത്ഥത്തിൽ ഈ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ഇതിലൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് മതങ്ങളാണ് ഈ മനുഷ്യനെ
സ്ത്രീ പുരുഷൻ എന്നീ തരത്തിലേക്ക് വിഭജിച്ചിട്ടുള്ളതെന്നും അതിനാൽ ആ വിഭജനം എടുത്തു കളയുന്നതിലൂടെ മതവുമായി മനുഷ്യനുള്ള താല്പര്യം എടുത്തു കളയാൻ കഴിയുമെന്നും വിചാരിക്കുന്ന ചില ആളുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു നിരീക്ഷണമാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത്. അതുതന്നെയാണ് ഇസ്ലാമികമായ നിരീക്ഷണവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.